റഷ്യയും യുക്രൈനും യുദ്ധം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് നിലപാടിനൊപ്പമായിരുന്നു ശശി തരൂർ. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച നടത്തുന്ന ഈ ഘട്ടത്തിൽ തരൂർ BJP നിലപാടിനൊപ്പം നിൽക്കുന്നു. മോദി റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനാണെന്നും തന്റെ പഴയ നിലപാട് തെറ്റെന്ന് ബോധ്യപ്പെട്ടെന്നുമാണ് തരൂർ ഡൽഹിയിൽ നടന്ന റൈസിന ഡയലോഗിൽ പറഞ്ഞത്. പരാമർശം ചർച്ചയായതോടെ വിശദീകരണവുമായി തരൂരെത്തി. പതിവ് പോലെ പ്രതികരണം. കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന കമ്മിറ്റിയിലെ അംഗമായ ശശി തരൂർ രാഷ്ട്രീയം പറയില്ല, പകരം ഭാരതീയനായിട്ടാണ് പ്രതികരണമെന്ന് വിശദീകരണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വാല്യൂറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. പ്രസ്താവന ചർച്ചയായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് താൻ അറിഞ്ഞില്ല എന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ മറുപടി. കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പാർട്ടി വിലയിരുത്തി പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിന് നേരെയുള്ള ഒരു പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്, എന്നതിന്റെ അർത്ഥം എന്താണ്, അത് പറയുന്ന സാഹചര്യം എന്താണെന്ന് അറിയാതെ ഞാനിങ്ങനെ പ്രതികരിക്കും. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പാർലമെന്റിലും പുറത്തും മോദിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിനിടയിലാണ് തരൂർ മോദി സ്തുതിയുമായി വീണ്ടും രംഗത്ത് വന്നത്. പുതിയ പ്രസ്താവനയിൽ തരൂരിനോട് കോൺഗ്രസ് അധ്യക്ഷൻ വിശദീകരണം തേടുമെന്നാണ് വിവരം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.